ഗൈസ്, വെൽക്കം ബാക്ക് ടു നിരഞ്ജൻ 7 യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഷോർട്സ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിരഞ്ജൻ്റെ അച്ഛനൊക്കെ മസ്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒമാൻ ഒന്ന് ചുറ്റി കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് പുള്ളിക്കാരനുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ആയിരുന്നു ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനുണ്ട്, ഹസ്ബൻഡുണ്ട്, മോനുണ്ട്, അതുപോലെ തന്നെ ബ്രദറിൻ്റെ മോനും കുട്ടിയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പോവുകയാണ്. ബ്രദർ വന്നിട്ടുണ്ടായിരുന്നില്ല. ബ്രദറിന് ജോലിയുടെ തിരക്ക് കാരണം പുള്ളിക്കാരൻ വന്നില്ല. അപ്പോൾ ബാക്കിയുള്ള നമ്മളെല്ലാവരും കൂടെ പോകുമായിരുന്നു. നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് എങ്ങോട്ടൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്വയിൽ പോകാനാണ്. നിസ്വയിലെ സൂക്കും അതെനിക്ക് ഫോർട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. നല്ല പോകുന്ന വഴി നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. മലയും കുന്നും അതുപോലെ തന്നെ നല്ല നല്ല അടിപൊളി മരങ്ങളും. ഞാൻ മസ്കറ്റിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ വേപ്പിൻ മരങ്ങളാണ്. ഫുള്ളും വേപ്പിൻ്റെ ഒരു മരങ്ങൾ തന്നെയായിരുന്നു അവിടെ. നട്ട് വളർത്തി വലുതാക്കി പടകൂറ്റനാക്കി എല്ലാ റോഡരികിലും വേപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയും കൂടെയാണ് കേട്ടോ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ട്രാവൽ ചെയ്തിട്ടാണ് നിസ്വയിലെത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി നമ്മൾ താമസിക്കുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാസിറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്തിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മളിപ്പം നിസ്വയിലേക്കാണ് പോകുന്നത്. ഒരു 2 hour അടുപ്പിച്ച് നമുക്ക് ട്രാവൽ ഉണ്ടായിരുന്നു നിസ്വയിലെത്താനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ പിള്ളേരെ എല്ലാം പറക്കി എടുത്ത് ഉറക്കത്തിൽ തന്നെ ഞങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഉറക്കം എണീച്ച് നോക്കിയപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്യുതൻ അന്തമുട്ട് നോക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. പിന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴി. കൂടുതലും മലയും കുന്നും അതുപോലെ തന്നെ കാടുകൾ മീൻസ് എന്ന് വെച്ചാൽ മരങ്ങളിങ്ങനെ വലുതാക്കി വളർത്തി ഇട്ടേക്കുന്ന പോലെ ഒരു കൂട്ടം. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. രാവിലെ ആ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൈഡ് വ്യൂ ഒക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ കൂടുതലും വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടെ കൂടുതലും മലകളാണ് നല്ല നല്ല ഭംഗിയുള്ള മലകളുടെ സൈഡിലെല്ലാം വഴി പോലെ ഇങ്ങനെ ചെത്തി ഒരുക്കി വെച്ചേക്കുന്നത് നല്ല ഭംഗിയാണ് മൊത്തത്തിൽ കാണാനായിട്ടും. അപ്പോൾ നിസ്വയിലേക്ക് പോവുകയാണ് നമ്മൾ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. രാവിലത്തെ ഗെറ്റ് റെഡി ആവുന്നതും അതുപോലെ തന്നെ നമ്മൾ ഒരു റുട്ടീൻ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുട്ടികളെല്ലാം കൂടെ മാനേജ് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ തലേന്ന് പെട്ടെന്നായിട്ട് ഒന്ന് തീരുമാനിച്ചതായിരുന്നു ഇങ്ങനെ ഒരു ടൂറ് പോവാം എന്നുള്ളതും. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി റെഡിയായി ഇറങ്ങിയതും കൂടെ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരാൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് റെഡിയായി ഇറങ്ങുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയെല്ലാം പുള്ളി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുമുണ്ട്. ഇങ്ങനെ പോകുന്നതും അവിടെ എന്തൊക്കെയാണ് പ്രത്യേകതയെന്നൊക്കെ പുള്ളി പറഞ്ഞു തരുന്നതും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മലകളൊക്കെയാണ് നല്ല ഭംഗിയുള്ള മലകളാണ്. ഈ മലകളെ വ്യൂ വേറൊരു രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റും. ഒരു പകൽ സമയത്താണ് നമ്മൾ ഫ്ലൈറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മലകളുടെ നല്ല അടിപൊളി ഒരു വ്യൂ നമുക്ക് ആ ഫ്ലൈറ്റിലിരുന്നും കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണത്. നമ്മളിത് കാണുമ്പോൾ നമ്മൾ വേറൊരു രാജ്യം എത്തിയെന്ന് നമ്മൾ അറിയുമ്പോൾ ഉള്ള നമ്മളെ മനസ്സിലുള്ള ഒരിത് നല്ല നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ചകളും മലകളെന്നൊക്കെ പറഞ്ഞാൽ മോനെ ഇതാണ് മലകൾ. നല്ല ചുറ്റും മരവോ വൃക്ഷമോ അതുപോലെ തന്നെ പച്ചപ്പോ ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് ഞാൻ മറന്നുപോയി കേസ്. ഇടയ്ക്ക് വെച്ചിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ മലകളുടെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല റോഡൊക്കെ നല്ല ശാന്തമാണ്. നമ്മൾ ഈ കേരളം എന്ന് പറയണ്ട, നമ്മൾ ഈ ഇന്ത്യയിലായാലും ശരി എവിടെയായാലും ശരി ഇതുപോലൊരു നല്ല ക്ലീനും നീറ്റുമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നല്ല വൃത്തിയും നല്ല അച്ചടക്കവും നല്ല പൊല്യൂഷനൊന്നും ഇല്ല അവിടെ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. നമ്മൾ ആദ്യം തന്നെ നിസ്വ ഫോർട്ടിലേക്കാണ് വന്ന ഉടനെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് എനിക്കൊന്ന് 18 റിയാൽ എന്തോ ആയി. നമ്മൾ 5 പേർക്കും കൂടെ നമ്മളതെല്ലാം എടുത്ത് നമ്മൾ നേരെ ഫോർട്ടിനകത്തേക്ക് പ്രവേശിച്ചു. ഉഷാർദ ടിക്കറ്റുമായിട്ട് വരുന്ന വരക്കമാണ് ഗൈസ്.
അവിടെ നല്ലൊരു അടിപൊളി ചേച്ചി ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് ഞങ്ങൾ പിള്ളേരെയൊക്കെ പറക്കിയെടുത്തത് നിസ്വ ഫോർട്ടിലേക്ക്. പിള്ളേർക്കൊന്നും സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. കണ്ണൂന് പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് അവന് കാര്യങ്ങളെല്ലാം അറിയാം. ഇങ്ങനെ നമ്മൾ ഫോർട്ട് കാണാൻ വന്നതാണെന്ന് കണ്ണൂന് പിന്നെ അറിയാം. കുഞ്ഞവനൊന്നും അറിയില്ല. കുഞ്ഞവൻ നമ്മൾ പോകണു അതേ പുറകെ അവൻ വരുന്നു. പാവം, അവനെന്താ അറിയാല്ലേ. അങ്ങനെ ഞങ്ങളിത് ആദ്യം കയറി പോകുന്നൊരു വഴിയാണ് കേട്ടോ. നമ്മൾ മെയിൻ എൻട്രൻസ് ആണ്. കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ പീരങ്കി പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേർന്നതായി ഈ കാണുന്നതൊക്കെ ഒരു കിണറാണ്. പണ്ട് കാലത്തുള്ളവരൊരു പക്ഷേ ഇവിടെ നിന്നൊക്കെ ആയിരിക്കാം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിണറും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് എടുത്ത് നോക്കി. ഞാൻ നോക്കുന്നുണ്ട്. അച്യുതനും കാണണമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തത് കാണിച്ചു കൊടുക്കുകയാണ്. സേഫാണ് അവിടെ അകത്തെ കുഞ്ഞുങ്ങളെ കണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനെല്ലാം കണ്ടു. അതിനകത്ത് കിണറാണ്, വെള്ളമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അകത്തോട്ട് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെപ്പറ്റി പറഞ്ഞു തരാനൊന്നും അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊക്കെ മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയെന്നുള്ളതാണ് വേറൊരു സത്യം. അത് കഴിഞ്ഞിട്ട് ഇത് എന്തോ അവിടുത്തെ ജയിലോ അങ്ങനെ എന്തോ ആയിരുന്നു. അതോ എനിക്ക് തോന്നുന്നു ഇനി ആക്രമിക്കാൻ വരുന്നത് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന സ്ഥലം, അങ്ങനെ എന്തൊക്കെയാണ് അവിടെ. ഇവിടെയുള്ള ആൾക്കാർ കൈത്തറി വസ്ത്രങ്ങളും അങ്ങനെയൊക്കെ തയ്ക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് അവർ മുഖത്തൂടെയൊക്കെ തുണി ഇട്ടത്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അവിടെ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന്. അവർ തുണി ഇട്ട കണ്ടുതന്നെ ഞങ്ങൾ പിന്നെ വീഡിയോ എടുത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതിനകത്ത് തന്നെ പല പല ഡെസ്റ്റിനേഷനായിട്ടുണ്ട്. ഡേറ്റ്സിൻ്റെ ഒരു റൂമായിട്ടുണ്ട്. പണ്ട് കാലത്ത് ഡേറ്റ്സ് സൂക്ഷിച്ചിരുന്ന റൂമായിരിക്കണം അത്. ഈ സൈഡിൽ കാണുന്നതാണ്. അവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നതെന്നും ഡേറ്റ്സ് എങ്ങനെയാണ് സൂക്ഷിച്ചതെന്നൊക്കെയുള്ള ഒരു വലിയൊരു ഇത് തന്നെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മൊത്തത്തിൽ കറങ്ങി കാണുമ്പോഴത്തേ ഇങ്ങനൊരു സെറ്റപ്പാണ്. അതാണ്ട് ഇത് ഡേറ്റ്സിൻ്റെ റൂമായിട്ട് തന്നെ ഇവിടെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഡേറ്റ്സ് നിർമ്മിച്ചെടുക്കുന്നത്. ഡേറ്റ്സ് നിർമ്മിക്കുകയല്ല, പിച്ചുകൊണ്ട് വരുന്നതിൻ്റെ പല പല പ്രോസസ്സ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളതിലോട്ട് എത്തുന്നത്. അപ്പോൾ ആ പ്രോസസ്സിങ്ങൊക്കെ ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആയിരുന്നിരിക്കണം. ഇതൊക്കെ എന്താണ് സംഭവം എന്നൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നല്ല കൊട്ടാന്തറ വെയിലായിരുന്നു കേസ്. നല്ല ചൂടത്ത് ഇങ്ങനെ പോകുമ്പോൾ അടിപൊളി ഒരു രസമായിരുന്നു അത്. എല്ലാവരും കരിഞ്ഞുണങ്ങിയെന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഗുഹയ്ക്കുള്ളിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിനെല്ലാം ഓരോരോ ഐതിഹ്യങ്ങളൊക്കെ കാണും ഗൈസ്. എനിക്കറിയില്ല. ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ പറക്കിയെടുത്ത് ഞാനും വിഷാറും ഒക്കെ ആദ്യമേ നടന്ന് പോവുകയാണ്. ഇങ്ങോട്ടാ എവിടേക്കാണെന്നൊന്നും അറിയാം. ഇവിടെ വല്ലതും സത്യം പറഞ്ഞാൽ കാണാത്തത് വല്ലതും ഉണ്ടോയെന്ന് തന്നെ എനിക്കറിഞ്ഞൂടാ. എല്ലാം കണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തിരിച്ച് വന്നു, അത്ര തന്നെ. ഇവിടെയൊക്കെ സൈഡിലൊക്കെ നോക്കിയാൽ അവിടെ എനിക്ക് തോന്നുന്നു ഈ ബിൽഡിങ്ങിനെ പറ്റിയുള്ള മാപ്പൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതിനെപ്പറ്റി ഒമാനി ഭാഷയും അറിയില്ല, ഒമാനിയിൽ എഴുതി വെച്ചേക്കുന്നതും അറിയില്ല. അറബാണ് മൊത്തം, പക്ഷേ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ ഞാനും പിള്ളേരും ഹസ്ബൻഡും നാത്തൂനും എല്ലാം കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ള പൂട്ടുകൾ, പല പല പൂട്ടുകൾ പല പല ഇതിൽ അവിടെ സെറ്റ് ചെയ്തവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോക്കൊക്കെ ആയിരിക്കണം ഗൈസ് ഇതൊക്കെ. അങ്ങനെ ക്ലോക്കുകളും അതെനിക്ക് കുറ്റി, ലോക്ക്, അതെനിക്ക് ലോക്ക് തുറക്കാനുള്ള ചാവി എല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇത് പണ്ടത്തെ ആഭരണങ്ങളാണ് കേട്ടോ. നല്ല അടിപൊളി ആഭരണങ്ങൾ. വെള്ളിയാണെന്ന് തോന്നുന്നു അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്ക് മെറ്റൽ കണ്ടിട്ട് ഒരു വെള്ളി അങ്ങനെയുള്ളൊരു മെറ്റലായിട്ടാണ് തോന്നുന്നത്. വളയുണ്ടായിരുന്നു. അത് വളയെന്ന് പറഞ്ഞാൽ അവർ ഒരു തടവള പോലത്തെ വളകളും വലിയ വലിയ മാലകളും അതുപോലെ തന്നെ റിങ്സ്, അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ ആണെങ്കിൽ കുറേ സെക്ഷൻ അങ്ങനെ മുത്ത് വെച്ചതും വെള്ളി ആയിരിക്കണം എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഇതെല്ലാം വെള്ളി ആയിരിക്കണം. വിസാറിന് ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം അറിയാം കേട്ടോ. വിസാറാണ് ഞങ്ങൾ ഓരോന്ന് പറയുമ്പോൾ മണ്ടി അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ വിസാറാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വേറൊരു റൂം, ഇവിടെ എന്തോ വേവിക്കുന്ന പോലുള്ള ഒരു ഇതിട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് ടി വിയിലെല്ലാം വിശദമായിട്ട് കാണിച്ചും തരുന്നുണ്ട് കേട്ടോ. ഊതുണ്ടാക്കുന്നതോ അങ്ങനെ എന്തൊക്കെയോ ആണിത് സംഭവം. വളരെ നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അതിൻ്റെ ഫ്രണ്ടിലൊരു മോണിറ്ററിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് അതെങ്ങനെ ആ പ്രോസസ്സിങ് നടക്കുന്നതെന്നുള്ളതൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കണ്ടുകൊണ്ട് കണ്ണും അച്ഛനും അവിടെ കയറി ഇരിക്കുക കേട്ടോ.
അവരുടെ ആ ഒരു രീതിയിലുള്ള പണ്ടത്തെ ആൾക്കാരുടേതും ഒരു ഫോട്ടോസും കൂടുതലും നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അവർ കൂടുതലും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ ദൈവം സഹായിച്ചൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരിത്. അത് കഴിഞ്ഞ് നേരെ നമ്മളിതേ അടുത്തടുത്തേക്ക് പോയി. ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും മറ്റേ പനയുടെ ഓല വെച്ചുണ്ടാക്കിയ തൊപ്പികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ സ്റ്റെപ്പൊക്കെ കയറി. പാവം ഇവിടെ ഒരപ്പൂപ്പൻ സ്റ്റെപ്പ് കയറാൻ പാടുപെടുന്നു ഗൈസ്. എൻ്റെ അച്ഛൻ കുട്ടിയാണത്. അങ്ങനെ അവിടുന്ന് വലിച്ചിറക്കി താഴെ കൊണ്ടുവന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ, ഈ ഗുഹയ്ക്കുള്ളിൽ തന്നെ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇതെല്ലാം അവിടുത്തെ ആഭരണങ്ങളാട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മറ്റേ കല്ലുകൾ പതിച്ച ഒരുപാട് നല്ല വെറൈറ്റി ഓഫ് മോതിരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു റൂമിലേക്കാണ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ ഒരു റൂമായിരുന്നിരിക്കണം അതും. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് നിന്നെടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. എത്തിയപ്പോഴാണ് ഞാൻ നേരത്തെ കാണിച്ച് ചാവിയൊക്കെ പഴയ രീതിയിലുള്ള ചാവികളെല്ലാം വലിയ സൈസാണ്. അതുപോലെ തന്നെ കപ്പലുകൾ ഉണ്ടാക്കുന്ന രീതികളും അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പീസ് ആൾക്കാരിരുന്ന് ഈ വട്ടി, നമ്മുടെ നാട്ടിലൊക്കെ കുട്ടാൻ വട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ രണ്ടാണുങ്ങളും അവിടെ ഇരുന്ന് കുട്ടയും വട്ടിയും ചട്ടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു സൂ അല്ല, ചെറിയൊരു നടക്കാനായിട്ടൊരു വാക്കിംഗ് ഏരിയ പോലെ ഒരു സംഭവമുണ്ട്. അവിടെ മൊത്തം ഈത്തപ്പഴത്തിൻ്റെ കൃഷികളും കാര്യങ്ങളും ഒക്കെയാണ്. അവിടെ ഒരു ഒട്ടകത്തിൻ്റെ കീഴിൽ ഞാനൊരു ഒട്ടകമായിട്ട് അവിടെ പോയിരുന്നിട്ടുണ്ട് കേസ്. അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ കയറിയിരുന്ന് ആടാന്ന് കരുതി പോയതാണ്. എന്തോ ഭാഗ്യത്തിന് ഒട്ടകം എന്നെ ചവിട്ടിയില്ല. ഞാൻ ഒട്ടകത്തിനെ ഒന്നും ചെയ്തതുമില്ല. ഞങ്ങൾ രണ്ടാട്ടമൊക്കെ ആടി ഞങ്ങളിങ്ങ് തിരിച്ചു വന്നു. അതെന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഏതായി സാധനം വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് ആടുന്നതെന്നൊക്കെ. അതിങ്ങനെ ചിന്തിക്കുകയായിരിക്കും ചിലപ്പോൾ മനസ്സിൽ. അവിടെ ഒമാനികളെയൊക്കെ കണ്ട് വളർന്ന ഒട്ടകമില്ലേ, നാട്ടിലുള്ള ഇന്ത്യൻ സാധനങ്ങളെയൊക്കെ കാണുമ്പോൾ അവർ തോന്നുമായിരിക്കും അവർക്ക് ഇതെന്താ സാധനം ഈ വന്നിരുന്ന് ആടുന്നതെന്ന്. അങ്ങനെ കണ്ണുതേ ഒരു പ്ലേ സ്റ്റേഷൻ പോലെ അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ കൊട്ട വെയിലത്ത് ആ പ്ലേ സ്റ്റേഷനിൽ ഇരുന്ന് കളിക്കുകയാണെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയെങ്കിലും അവനെയും പറക്കി എടുത്ത് വന്നു. ഭാഗ്യത്തിന് കുഞ്ഞവൻ അത് കണ്ടില്ല. കണ്ടെങ്കിൽ ഓടിപ്പോയി അതിനകത്ത് പോയിരുന്ന് അളിച്ചേ ഭാര്യനെ. അങ്ങനെ ഞങ്ങൾ വാക്കിംഗ് ഏരിയയിലൊക്കെ നടന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ സമയമായി. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർട്ടിനകത്ത് തന്നെ ഇനിയും നമുക്ക് കാണാൻ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഗേസ്, ഭയങ്കര വെയിലായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് തരാൻ ഹസ്ബൻഡിൻ്റെ കൊടുത്തതാണ്. അതാ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതേ നടന്നാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഇവിടെ മൺപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആരും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവരുണ്ടാക്കാൻ പറ്റുന്നൊരു നമുക്കവിടെ ഇരുന്ന് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നു ഫുഡിൻ്റെ ടൈം ആയതുകൊണ്ട് അവർ ഫുഡ് കഴിക്കാനോ മറ്റോ പോയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല വെയിൽ കൂടുതലായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുമായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ നമ്മൾ സൂക്കിലേക്ക് വന്നു, നിസ്വാ സൂക്കിലേക്ക് വന്നു. നിസ്വാ സൂക്കിൽ നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. എല്ലാം റേറ്റ് കുറച്ച്, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇത്രയും നാൾ പോയ ഷോപ്പുകളിൽ വെച്ചിട്ട് നല്ല റേറ്റ് കുറച്ച് എല്ലാം കിട്ടുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. സാഫ്രോൺ ആയാലും ശരി, സുഗന്ധവ്യഞ്ജനങ്ങളായാലും ശരി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ കുറേ നേരം വെയിലിലെ അലച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് മ്യൂസിയത്തിലേക്കായിരുന്നു. മസ്കറ്റിലുള്ള മ്യൂസിയത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴാണ് മക്കളെ ഒരാശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയപ്പോഴായിരുന്നു. നല്ല പൊരി വെയിലത്ത് നേസിലേറ്റ് ചെന്ന് കയറുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് ആലോചിക്കുക. അതേപോലെ ഒരു സുഖമായിരുന്നു. ഒരു കിട്ടിയിരുന്നെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങാമെന്ന് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ നടന്നു പോണ കൂട്ടത്തിൽ അച്ഛനെ ഞാൻ കളിപ്പിച്ച് പോവുകയാണ്. ചെറുക്കൻ തറയിൽ നിൽക്കില്ല, ഒരുപാട് നടന്നു കേട്ടോ. അവനെ കുറ്റം പറയാൻ പറ്റില്ല, അവൻ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. അവന് ക്ഷീണിച്ചിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ആദ്യമായിട്ടായിരിക്കും അവന് ഇവിടെ വന്ന് എപ്പോഴും റൂമിലൊക്കെ തന്നെ ഇരുന്നിട്ട് നമ്മൾ ഇത്രയൊക്കെ പെട്ടെന്ന് നടക്കാനുള്ള ഒരു പോസിബിൾ അല്ല. ആരും വലിയവർക്ക് പോലും അതൊന്നും നടക്കില്ല. എന്നാൽ കൂടിയും അവൻ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കൂടെ നടന്നത്. പക്ഷെ നല്ല നീറ്റായിട്ടുള്ള പ്ലേസാണ്. അതുപോലെ തന്നെ ആരുമായിട്ടുള്ളൊരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അച്ചടക്കത്തോടു കൂടി നല്ല സൂപ്പറായിട്ട്
നമുക്കെല്ലാം കണ്ട് മനസ്സിലാക്കി തിരിച്ചു വരാം. പക്ഷേ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള A to Z വരെയുള്ള ഡീറ്റെയിൽസ് ഫുള്ളും കിട്ടും. നമ്മളിതെല്ലാം നിന്ന് മനസ്സിരുത്തി വായിച്ച് നോക്കി പഠിച്ച് ഒക്കെ നമുക്കവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ കയറി മ്യൂസിയത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ പണ്ട് കാലത്തെ മരകഷ്ണങ്ങൾ, അതുപോലെ കല്ലുകൾ അവർ ഫയൽ ചെയ്തും നല്ല ഗാർണിഷാക്കി നല്ല അടിപൊളി ഗ്ലോയിങ് ആയിട്ടും ഒക്കെ നല്ല രീതിയിൽ കാണുമ്പോൾ തന്നെ നല്ലൊരു നമുക്ക് വൈഡൂര്യം ഇരിക്കുന്ന കണക്ക് തോന്നും ആ കല്ലുകൾ കാണുമ്പോൾ. അതൊക്കെ പണ്ട് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ ഇരിക്കുന്ന പോലെ തന്നെ 541 മില്യൺ ഇയേഴ്സ് ബാക്ക്. അപ്പം അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്രോസസ്സും എല്ലാം വളരെ നല്ലതാട്ടോ. ഇവിടുത്തെ ഒരു മ്യൂസിയത്തിൽ പോയാൽ ചിലപ്പോൾ ആളുകൾ അത് ടച്ച് ചെയ്യാനുള്ള ടെൻഡൻസി, അത് പറിച്ചെടുക്കാനുള്ള ടെൻഡൻസി. പക്ഷേ ഇവിടെ അത് ഓപ്പണായിട്ട് ഇരിക്കുകയാണെങ്കിൽ കൂടിയും അതാരും ടച്ച് ചെയ്യുന്നില്ല, അവിടെ നിന്ന് വലിച്ചൂരി എടുക്കുന്നുമില്ല. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ്. അത് അവിടെയും ഇവിടെയുള്ള കൾച്ചർ തമ്മിലുള്ള വ്യത്യാസമായിരിക്കണം കേട്ടോ. ഇവിടെയുള്ള ആളുകൾ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും അത് വലിച്ചെടുത്താൽ എന്ത് പറ്റും എന്നുള്ള ചിന്തയും കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഉള്ളവർ അതെല്ലാം വലിച്ചൂരി പറിച്ചെടുക്കുന്നത്. പക്ഷേ അവിടെ ഉള്ളവർ അതിനെപ്പറ്റി കണ്ട് ജസ്റ്റ് നോക്കി, ജസ്റ്റ് അറിഞ്ഞ്, ജസ്റ്റ് തൊട്ട് നോക്കുമായിരിക്കും ചിലപ്പോൾ. എനിക്കറിയില്ല, അവിടെ ആരും തൊട്ട് നോക്കുന്നത് ഞാൻ കണ്ടില്ല. ഒക്കെ നോക്കിയിട്ട് അവരതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വായിക്കുന്നു, അവർ പോകുന്നു. പക്ഷേ ഈ നമ്മുടെ നാട്ടിലായിരുന്നു ഇങ്ങനൊരു മ്യൂസിയം ഉണ്ടായിരുന്നതെങ്കിൽ അത് എന്നേ മരക്കഷ്ണം 2 പീസായേനെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടുത്തെ കൾച്ചറിൻ്റെ വ്യത്യാസമായിരിക്കും കേട്ടോ. നമ്മുടെ നാടും ആ വളർന്നു വന്ന സിറ്റുവേഷനും അതിൻ്റെ ആയിരിക്കും. അങ്ങനെ അതെല്ലാം കണ്ട് കല്ലും കാര്യങ്ങളും എല്ലാം കണ്ട് ഞങ്ങൾ നേരെ അകത്ത് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക്, മ്യൂസിയത്തിനുള്ളിൽ തന്നെ വേറൊരു ഡെസ്റ്റിനേഷൻ. അവിടെ വന്നപ്പോഴേക്കും തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി കേട്ടോ. ഇങ്ങനെ നടക്കാനും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ. ഈ പിള്ളേരെല്ലാം ഈ കൂട്ടിനകത്ത് കയറിയിരിക്കുക, കിളിക്കുഞ്ഞുങ്ങളിരിക്കുന്ന പോലെ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ ടൈം. ഇതൊക്കെ ഒരു ഗെയിം കളിക്കുന്ന പോലെയുള്ള പണ്ടത്തെ ചിത്രങ്ങളൊക്കെ കാണിച്ച്, ഇതൊരു ഗെയിമാണ് ആക്ച്വലി. അപ്പോൾ ഗെയിം ആയിരിക്കണം, നമ്മളത് വർക്ക് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് അത് വരും. അപ്പോൾ അങ്ങനെയുള്ള ഗെയിംസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു മ്യൂസിയം. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള മ്യൂസിയമേ അല്ല, നല്ല അടിപൊളി വെറൈറ്റി കാര്യങ്ങളും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ലക്ഷറി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. മസ്കറ്റിലോട്ടൊക്കെ ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, വിസിറ്റിംഗ് ഒക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് പ്ലേസ് തന്നെയാണിത്. അത് കഴിഞ്ഞ് ഞാനും പോയി കുറേ നേരം അവിടെ ഇതൊക്കെ ചെയ്ത് നോക്കി. നമ്മൾ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ഫീലിങ്സ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല ഒരു അടിപൊളിയായിരുന്നു. ഇതെല്ലാം കാണാനും അനുഭവിച്ചറിയാനും പറ്റിയതിൽ സന്തോഷമുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ കൂടെ എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഞാൻ വരച്ച പടം ഇപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ വരും. കണ്ടോ, ഇതാണ് ഗെയിം. അച്യുതൻ കണ്ടില്ലേ പടം വരയ്ക്കുന്നത്? അവിടെയൊക്കെ വന്ന് തൊട്ട് നോക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വരയ്ക്കുന്നത് കണ്ട് ആക്കിതെന്താണ് സംഭവം എന്ന് അറിയില്ല. ഞാനിപ്പോൾ സത്യം പറയല, ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ കോപ്രായം കാണുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല ഗെയ്സ്, നിങ്ങൾക്കറിയാമെങ്കിൽ കോമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനും വിഷാറും ഒക്കെ അതും ഒരു എന്തോ സാധനമാണ്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയി ഗെയ്സ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ കിടക്കട്ടെ. ഇതിൻ്റെ ഫ്രണ്ടിൽ ആ സൈഡിലെല്ലാം എന്തോ വിഷാർ കളിക്കുന്നില്ല, ആ സൈഡിലെല്ലാം ഓരോ ഗെയിംസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ.